ഇത് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ ഉറ്റ സുഹൃത്ത് ധന്യ. UK-യിലേക്ക് പോകാൻ പത്തനംതിട്ട പുല്ലാട്ടെ വീട്ടിൽ നിന്ന് രഞ്ജിത ഇറങ്ങിയപ്പോൾ ധന്യയ്ക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഞാൻ ഇറങ്ങി കേട്ടോ, അതായിരുന്നു സന്ദേശം. ഹാപ്പി ജേണി എന്ന് ധന്യ ആശംസിക്കുകയും ചെയ്തു. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണെന്നും മറ്റൊരു ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും രഞ്ജിത വാട്സാപ്പ് സന്ദേശത്തിലൂടെ ധന്യയെ അറിയിച്ചു. അതായിരുന്നു രഞ്ജിതയുടെ അവസാന സന്ദേശം. വാട്സപ്പിൽ വന്ന മെസ്സേജ് അവൾ ഇറങ്ങുന്ന സമയത്ത് എടി ഞാൻ ഇറങ്ങുവാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആണോടി ഹാപ്പി ജേണി പറഞ്ഞു, എത്തിയിട്ട് വിളിക്കാം എന്നുള്ള ആ രീതിയിലാണ്. അപ്പം ഞാൻ രാത്രി വീണ്ടും ചോദിക്കുന്നു നീ എവിടെയായി, കണക്റ്റഡ് ഫ്ലൈറ്റ് ആണല്ലോ. അപ്പോൾ പറഞ്ഞു ഞാൻ കണക്റ്റഡ് ഫ്ലൈറ്റിന് വേണ്ടി എടുക്കുന്നു എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് രാവിലെ 7:15 മെസ്സേജ് വന്നു. പിന്നെ മെസ്സേജ് വന്നിട്ടില്ല. തന്നെ സ്നേഹത്തോടെ രഞ്ജിത എടി മഞ്ജു ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത്. എന്നെ വിളിച്ചിരുന്ന മഞ്ചേച്ചി, എടി മഞ്ചേച്ചി എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കിനി ആ വിളിക്കാൻ ആരുമില്ല, ആ വിളിയിൽ ആരുമില്ല. അങ്ങനെ എന്നെ വിളിക്കുന്ന ആരുമില്ല. താനും വേറെ മഞ്ജു ചേച്ചി എന്ന് വിളിക്കുന്നവരുണ്ടാവും, പക്ഷെ എടി മഞ്ചേച്ചി എന്ന് വിളിക്കുന്ന ആരുമില്ല. എനിക്ക് നഷ്ടമായേക്കുന്ന എൻ്റെ പ്രാണന്റെ പകുതി. മക്കളെപ്പറ്റി വലിയ പ്രതീക്ഷ രഞ്ജിതയ്ക്ക് ഉണ്ടായിരുന്നു. കുട്ടികളെ പറ്റി ഉള്ളു പറയാൻ, അവരെ സെറ്റിലാക്കണം, അവരെ നല്ല രീതിയിൽ വളർത്തണം, അത് മാത്രമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് UK-യിലെ ജോലി കളഞ്ഞ് തിരിച്ച് ഗവൺമെന്റ് സർവീസിലേക്ക് കയറാൻ വന്നത് തന്നെ. അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് ഔട്ടിങ്ങിന് പോയിട്ടുണ്ട്. അടുത്ത വരവിന് നമ്മളൊക്കെ എവിടെയെങ്കിലും പോകണം, നീ പ്ലാൻ ചെയ്തോ എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിരുന്നു. ഒരു വീട് എന്നത് രഞ്ജിതയുടെ വലിയ സ്വപ്നമായിരുന്നു. വീട് പണി അടുത്ത മാസം പകുതിയോടുകൂടി ഒരു മുറിയും എല്ലാം കൂടെ തീർത്തിട്ട് കയറാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കി പുറകെ പണിഞ്ഞ് തീർന്നു വരട്ടെ എന്നുള്ള കൺസെപ്റ്റായിരുന്നു. വിദേശത്ത് ചെന്നാൽ ഉടൻ രഞ്ജിത തനിക്ക് സന്ദേശം അയക്കാറുണ്ട്. എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴേ ഞാൻ ലാൻഡ് ചെയ്തു. റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ഞാനിങ്ങ് എത്തിയേ, ഞാനൊന്ന് കിടക്കാൻ പോവാം, പിന്നെ വിളിക്കാം. ഇതായിരുന്നു സ്ഥിരം വന്നുകൊണ്ടിരുന്നത്. നമ്മളെപ്പോഴും ജേർണി ആവുന്ന സമയത്ത് ഇടി സൂക്ഷിക്കണം, ടേക്ക് കെയർ, ഇതെല്ലാം പറഞ്ഞല്ലേ നമ്മൾ വിടുന്നത്. പത്തനംതിട്ട പുല്ലാട്ടെ രഞ്ജിതയുടെ വീടിനടുത്താണ് ധന്യയുടെ വീടും. വിമാനാപകടം സംഭവിച്ചു എന്നറിഞ്ഞപ്പോൾ ആ വിമാനത്തിൽ രഞ്ജിത കാണില്ല എന്നാണ് താൻ ആദ്യം കരുതിയത്. രഞ്ജിതയുടെ മൂത്ത സഹോദരന്റെ ഭാര്യയുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിരുന്നു. ഇനി തന്നെ എടി മഞ്ജു ചേച്ചി എന്ന് സ്നേഹത്തോടെ വിളിക്കാൻ രഞ്ജിത ഇല്ല എന്ന യാഥാർത്ഥ്യം ധന്യ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. റിപ്പോർട്ടർ പത്തനംതിട്ട.